കേരളത്തിൽ വീണ്ടും കാലവർഷം ശക്തമാകുന്നു. ഇതിന്റെ ഭാഗമായി ചില ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. കൂടാതെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മഴ പെയ്യും, ഇടിവെട്ടി മഴ പെയ്യും, ഒപ്പം ശക്തമായ കാറ്റും പ്രതീക്ഷിച്ചു. അതെ, സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. ശനിയാഴ്ച മുതൽ വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴ പ്രതീക്ഷിച്ചാൽ മതി. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ ജില്ലകളിൽ അലർട്ടുകളും പ്രഖ്യാപിച്ചു. യെല്ലോ അലർട്ടും ഓറഞ്ച് അലർട്ടുമാണ് നൽകിയിരിക്കുന്നത്. അടുത്ത ആഴ്ച 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. ജൂൺ 29-നാണ് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴ പ്രവചിക്കുന്നത്. ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ജൂൺ 29-ന് യെല്ലോ അലർട്ടും ജൂൺ 27-ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 28-നാകട്ടെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ടാണ് ഉള്ളത്. വരും ദിവസങ്ങളിലെ വ്യാപക മഴ കണക്കിലെടുത്ത് ജാഗ്രതാ നിർദ്ദേശങ്ങളും അധികൃതർ പങ്കുവയ്ക്കുന്നുണ്ട്. കേരളത്തിൽ അതിശക്തമായ മഴയുണ്ടാകാനാണ് സാധ്യത. അതിനാൽ തന്നെ എല്ലാ ജില്ലകളിലും നേരിയ മഴ സാധ്യത തുടരുമെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. വിവിധ ഭാഗങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും അനുഭവപ്പെടും. അതിനാൽ ജനങ്ങൾ കൃത്യമായി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യവും ഉണ്ടാകും. അതിനാൽ ഓറഞ്ച് അലർട്ട്, യെല്ലോ അലർട്ടുകൾ പല ജില്ലകളിലും തുടരുമെന്നും അധികൃതർ അറിയിക്കുന്നു. വീണ്ടും കാലവർഷം ശക്തമാകുന്നതിന് വേണ്ടിയുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നതെന്നാണ് വിദഗ്ധർ നൽകുന്നത്. അറബിക്കടലിൽ കാറ്റ് ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ വിവിധ തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സൊമാലിയൻ തീരം, തെക്കുപടിഞ്ഞാറൻ അറബിക്കടൽ, വടക്കൻ ഒമാൻ തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 65 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയേറെയാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും പറയുന്നു. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറണമെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.